സോ നമ്മുടെ ഓരോരുത്തരുടെയും കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് നമുക്ക് ഫൈനലി എമ്പുരാന്റെ ആ ഒരു ടീസർ ട്രെയിലർ നമുക്ക് ലഭിച്ചിരിക്കുക തന്നെയാണ്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം ലാലേട്ടൻ്റെ വൺ ഓഫ് ദി ഒരു കിടിലം പടത്തിൽ ഒന്ന് തന്നെയായിരുന്നു ലൂസിഫർ. സോ ലൂസിഫറിനെ ഒരിക്കൽ കൂടി കാണാൻ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. എന്തൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്ന് കാണാൻ. ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ എന്തോ റഷ്യയിലെങ്ങാണ്ടും പോയതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗൊന്നും അടുപ്പിക്കുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു ടീസർ എന്ന്. സോ ഹിയർ വി ഗോ. Death to the evil. ടോമിനോട് അച്ഛൻ്റെ ഇതാണ് സ്റ്റീഫൻ, നമ്മുടെ പഴയ കാറൊക്കെ. സിനിമാറ്റോഗ്രാഫി പൊളിയാണ് കേട്ടോ, നന്മയും തിന്മയുമായിട്ടാണ്. സിനിമാറ്റോഗ്രാഫി വേറെ ലെവല്. പൃഥ്വിരാജ് അത് പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, ബിജിഎമ്മും കൊള്ളാം, വിഷ്വൽസ് കൊള്ളാം. ലൂസിഫർ, he is back. പോളി കിടിലൻ ലുക്ക്. എബ്രഹാം ഖുറേഷി is back. ഇതെന്താ ഗോസ്റ്റ് റൈഡറോ? ആന്റണി പെരുമ്പൂർ. എനിക്ക് വിഷ്വൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്യാമറയൊക്കെ യൂസ് ചെയ്തേക്കും രീതിയൊക്കെ വൺ പോലെ. അടുത്ത KGF പോലൊരു മഹാ കിടിലൻ സംഭവമാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. ഓ, ഷോട്ട് ഗൺ is with the devil. This deal is with the devil. എംപുരാൻ ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റഡ് ഫിലിമിൽ ഒന്നാണിത്. രാജുവേട്ടൻ, ഗോഡ് സ്പീഡ്. ഒന്നും പറയാനില്ല, ടീസർ പൊളിച്ച്. 27th March 2025 അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം അമ്മാതിരി കിടിലനായിട്ടുള്ളൊരു ടീസർ തന്നെയാണ് അവർ നമ്മളെ കാഴ്ചവെച്ചിരുന്നത്. നോക്കി എനിക്ക് സത്യം പറഞ്ഞ രോമാഞ്ചം വന്നിട്ടിരിക്കുകയാണ് ഞാൻ. അത്രയും കിടിലൻ. കാരണം നമ്മൾ ഓരോരുത്തരും എക്സ്പെക്ട് ചെയ്തിട്ടതിനേക്കാളും ആ ഒരു ഹൈപ്പിൽ അവർക്ക് ഈ ഒരു ടീസറിനെ കൊണ്ടുവരാൻ എത്തിക്കാൻ സാധിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കോറിയോഗ്രഫി നോക്കിയോ, സിനിമാറ്റോഗ്രഫിയും കോറിയോഗ്രഫിയും വൺ പൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സീൻസ്, ഈ ഒരു എന്താ പറയുക ചർച്ചിലെ സീൻസ് കാര്യങ്ങളെല്ലാം, പിന്നെ മാസ് ഡയലോഗ്സ് വൺ പൊളി. is with the devil. ഓരോ സീനും അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചിത്രീകരിക്കാൻ കഴിഞ്ഞ പോലെയാണ് ഈ ഒരു ടീസർ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ KGF വന്നതിന് പുറകെ നമുക്ക് കുറേയധികം മാസ് പടങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണത്. ആൻഡ് ലൂസിഫർ ആദ്യം ഇറങ്ങിയ സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലായിരുന്നു ആ ഒരു പടം അത്രയും വൺ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ലൂസിഫർ ഇറങ്ങിയ സമയത്ത്. പക്ഷെ ആ ഒരു പടം വേറെ ലെവൽ തന്നെ, ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ഇപ്പോൾ ഹോളിവുഡ് ഫിലിംസിനോടൊക്കെ പോകാൻ പറ, ഞാൻ നമ്മുടെ എംബ്രാന് വേണ്ടിയിട്ട് ഇത്രയധികം ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഞാൻ വേറെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വർഷത്തെ ഇത്രയധികം എക്സൈറ്റഡ് അല്ല. സോ ടീസർ വൺ തീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. നിങ്ങൾക്ക് ടീസർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങൾ ഏതൊരു ക്യാരക്ടറിനെ ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.